ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഷെല്ലുകൾ കൊണ്ട് തകർക്കപ്പെടുകയും ഇല്ലായ്മപ്പെടുകയും ചെയ്ത ഒത്തിരി മനുഷ്യർ ഉള്ളൊരു ഗ്രാമമായിരുന്നു സോം. അവിടെ ഒരു പട്ടാളക്കാരൻ്റെ ദേഹത്ത് ഷെല്ലുകൾ കഠിനമായിട്ട് തറച്ചു കയറി. അദ്ദേഹത്തിനെ ഓപ്പറേഷന് വിധേയമാക്കുന്നതിന് വേണ്ടി അവിടുത്തെ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ സഹ പട്ടാളക്കാർ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. അവിടെ രോഗികളെ പരിചരിക്കുന്നത് സിസ്റ്റേഴ്സാണ്. അവിടെയുള്ള സിസ്റ്റേഴ്സ് പറഞ്ഞു, ഇവിടെ ബോധം കെടുത്തുന്നതിനുള്ള മരുന്ന് എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ വേദന സംഹാരികളായിട്ടുള്ള ഗുളികകളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയിക്കണം, ഇത് പച്ചമാംസത്തിൽ നിന്ന് വേണം ഈ ഷെല്ലുകൾ നമുക്കെടുക്കേണ്ടത്. ആ പട്ടാളക്കാരന് കാര്യം മനസ്സിലായി. അദ്ദേഹം ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഭിത്തിയോട് ചേർത്ത് ഒരു കുരിശുരൂപം, അദ്ദേഹം ആ കുരിശുരൂപത്തിലേക്ക് പെട്ടെന്ന് ദൃഷ്ടികൾ തിരിക്കുകയാണ്. ദൃഷ്ടികൾ തിരിച്ചിട്ട് അദ്ദേഹം ചുറ്റും കൂടി നിന്ന തന്നെ പരിചരിക്കുന്നതിന് വേണ്ടി ചുറ്റും കൂടി നിന്ന ആളുകളോട് പറഞ്ഞു, ഈ ടേബിള്, ഓപ്പറേഷൻ്റെ ടേബിള് ആ കുരിശുരൂപത്തിൻ്റെ അടുത്തേക്ക് മാറ്റിയിടണം. ഈ ക്രൂശിതൻ്റെ രൂപത്തിൻ്റെ താഴെ കിടന്ന എന്ത് സഹനവും സഹിക്കാനുള്ള ശക്തി എനിക്ക് ഈ ക്രൂശിതൻ പ്രദാനം ചെയ്യും എന്ന് പറയുകയാണ്. യേശുവിൻ്റെ കുരിശെന്ന് പറയുന്നത് രക്ഷയുടെ ഒരായുധമൊന്നുമായിരുന്നില്ല. യുദ്ധത്തെ ഇഷ്ടപ്പെടുന്നവർ ഈ ലോകത്തിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് തോക്കിൻ്റെ കുഴലിലൂടെയാണെന്ന് പറയും. പക്ഷേ നമുക്ക് പറയാനുള്ളത് തോക്കിൻ്റെ കുഴലിലൂടെ അല്ല ഈ ലോകത്തിന് വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്, യേശുവിൻ്റെ കുരിശിലൂടെ. യേശു 3 പ്രാവശ്യം തന്നേക്കാൾ ഇരട്ടി ഭാരമുള്ള കുരിശുമായിട്ട് വീണു എന്നാണ് പറയുക. അങ്ങനെ യേശുവിൻ്റെ കുരിശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയെ ഓർക്കുകയാണ്, പാഷൻ. അതിനകത്ത് യേശു അടികൊള്ളുന്ന ഒരു രംഗമുണ്ട്. യേശുവിനെ അടിച്ചത് അടിയുടെ ചാട്ടവാറല്ല, യേശുവിനെ അടിച്ച ആ ചാട്ടവാറിലെല്ലാം ഹുക്കുകളുണ്ട്. ചൂണ്ടകളുള്ള ചാട്ടവാറ് കൊണ്ടാണ് യേശുവിനെ അടിക്കുന്നത് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കുരിശ് രക്ഷയുടെ ഉപകരണമായി എന്നുള്ളതാണ്. യേശുവിൻ്റെ കുരിശ് ഈസ് ഈക്വൽ ടു സ്നേഹം. വേദന ഈസ് ഈക്വൽ ടു സ്നേഹം, സ്നേഹം ഈസ് ഈക്വൽ ടു വേദന, സഹനം എന്നുള്ള വലിയൊരു കണക്ക് ശാസ്ത്രത്തിലൊന്നും ഇല്ലാത്ത ഒരു കണക്ക് യേശു തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. കുരിശിലെ കണക്ക് അതാണ് പ്രിയമുള്ളത്.